നിങ്ങളുടെ എക്സൽ വർക്ക് ബുക്കിൽ മൾട്ടിപ്പിൾ ഷീറ്റ്സ് ഉണ്ടോ? അങ്ങനെയാണെങ്കിൽ ഒരു ഷീറ്റിൽ നിന്നും വേറൊരു ഷീറ്റിലോട്ട് ജമ്പ് ചെയ്യാനും അതുപോലെ നമുക്ക് ആവശ്യമുള്ള ഷീറ്റ് പെട്ടെന്ന് സെർച്ച് ചെയ്യാനും വളരെ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ മൾട്ടിപ്പിൾ ഷീറ്റ്സുമായി വർക്ക് ചെയ്യുന്ന നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന്റെ വർക്ക് ഈസിയാക്കാൻ 3 കിടിലൻ ട്രിക്സുമായാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. നിങ്ങൾ ഇവിടെ കാണുന്നത് ഒരു കമ്പനിയിലെ എംപ്ലോയീസിന്റെ സാലറി ഡീറ്റെയിൽസ് അടങ്ങിയ വർക്ക് ബുക്കാണ്. ഓരോ മാസത്തിലെ സാലറി ഡിനോട്ട് ചെയ്യാൻ ഓരോ ഷീറ്റ്സ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഉദാഹരണത്തിന് 2020 ജാനുവരി മാസത്തിലെ സാലറി ഡീറ്റെയിൽസ് അറിയാൻ ജാൻ 2020 ഷീറ്റ് ക്ലിക്ക് ചെയ്താൽ മതി. ഇതുപോലെ നമുക്ക് 2020 ഫെബ്രുവരി മാർച്ച് സാലറി ഡീറ്റെയിൽസ് കാണാൻ ഫെബ്രുവരി മാർച്ച് ഷീറ്റ്സ് ക്ലിക്ക് ചെയ്താൽ മതി. ഇനി നമുക്ക് നമ്മുടെ ട്രിക്സിലോട്ട് പോകാം. ട്രിക്ക് നമ്പർ 1, ഒരു പർട്ടിക്കുലർ നെയിം ഉള്ള ഷീറ്റിലോട്ട് നമുക്ക് പെട്ടെന്ന് ജമ്പ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ മാർച്ച് 2021. അതിനായി നമ്മൾ സാധാരണയായി സ്ക്രോൾ ആരോസ് ആണ് യൂസ് ചെയ്യുക. അതിനായി ഞാനിവിടെ സ്ക്രോൾ ആരോ ക്ലിക്ക് ചെയ്യുന്നു. നിങ്ങൾക്ക് ഇവിടെ കാണാം ജൂൺ 2020, ഓഗസ്റ്റ് 2020, ഓഗസ്റ്റ് 2021, സെപ്റ്റംബർ 2021, ഡിസംബർ 2021, ഫൈനലി മാർച്ച് 2021. ഫ്രണ്ട്സ്, ഈ രീതിയിൽ ഷീറ്റ് സെർച്ച് ചെയ്തുകൊണ്ട് ടയേർഡ് ആവേണ്ട ഒരു ആവശ്യവുമില്ല. കാരണം സിമ്പിളായി ഒറ്റ ക്ലിക്കിൽ തന്നെ നമ്മൾ ആഗ്രഹിക്കുന്ന ഷീറ്റിലോട്ട് ജമ്പ് ചെയ്യാം. അതിനായി നമ്മൾ ജസ്റ്റ് സ്ക്രോൾ ആരോസ് റീജിയനിലോട്ട് പോയിട്ട് അവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്താൽ ഷീറ്റ് നെയിംസ് അടങ്ങിയ ലിസ്റ്റ് ബോക്സ് നമുക്ക് കാണാൻ സാധിക്കും. ഇനി ഏതെങ്കിലും ഷീറ്റ് സെലക്ട് ചെയ്തുകൊണ്ട് നമ്മൾ സെർച്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഷീറ്റിന്റെ ഫസ്റ്റ് ലെറ്റർ ടൈപ്പ് ചെയ്യുക. നമുക്കിവിടെ കാണാം മാർച്ച് 2020 സെലക്ട് ആയി. വീണ്ടും എം പ്രസ് ചെയ്താൽ മെയ് 2020, വീണ്ടും പ്രസ് ചെയ്താൽ ഫൈനലി മാർച്ച് 2021 കാണാം. ഇനി ഈ ഷീറ്റ് നെയിം ഡബിൾ ക്ലിക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ ഓക്കെ പ്രസ് ചെയ്തുകൊണ്ടോ നമുക്ക് ഷീറ്റിലോട്ട് ജമ്പ് ചെയ്യാം. ഞാനിവിടെ ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. അങ്ങനെ മാർച്ച് 2021 ഷീറ്റ് ആക്റ്റീവായി. ഫ്രണ്ട്സ്, ഈ രീതിയിൽ ജസ്റ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഏത് ഷീറ്റിലോട്ടും ജമ്പ് ചെയ്യാവുന്നതാണ്. ട്രിക്ക് നമ്പർ 2, ഒരു വർക്ക് ബുക്കിലെ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ടാബ്സ് അഥവാ വർക്ക്ഷീറ്റിലോട്ട് എങ്ങനെ പെട്ടെന്ന് സ്ക്രോൾ ചെയ്യാമെന്നാണ് ഞാൻ കാണിക്കുന്നത്. ഇതിനായി വീണ്ടും നമ്മൾ സ്ക്രോൾ ആരോസ് ആണ് യൂസ് ചെയ്യുന്നത്. അതിനായി കൺട്രോൾ ബട്ടൺ ഹോൾഡ് ചെയ്തുകൊണ്ട് റൈറ്റ് സ്ക്രോൾ ആരോ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ഷീറ്റ്സിന്റെ എൻഡിലോട്ട് സ്ക്രോൾ ചെയ്യുന്നതാണ്. ഇനി നമുക്ക് ഫസ്റ്റ് ടാബ് അഥവാ ഷീറ്റ്സിലോട്ട് നാവിഗേറ്റ് ചെയ്യാൻ കൺട്രോൾ പ്രസ് ചെയ്തുകൊണ്ട് ലെഫ്റ്റ് സ്ക്രോൾ ആരോ ക്ലിക്ക് ചെയ്യുക. നമുക്കിവിടെ മാസ്റ്റർ, ജാൻ, ഫെബ്, മാർച്ച് 2020 ഷീറ്റ്സ് കാണാം. ട്രിക്ക് നമ്പർ 3, വളരെ പവർഫുൾ ആയ ഒരു ട്രിക്കാണ് ഞാൻ ഇവിടെ അവതരിപ്പിക്കുന്നത്. ഒരു ഷീറ്റിൽ ഉണ്ടാവുന്ന ചേഞ്ചസ് എങ്ങനെ നമ്മൾ ആഗ്രഹിക്കുന്ന മറ്റുള്ള ഷീറ്റിലോട്ട് ഓട്ടോമാറ്റിക് ആയിട്ട് റിഫ്ലക്ട് ചെയ്യാമെന്നാണ് ഈ ട്രിക്കിലൂടെ നിങ്ങൾ പഠിക്കുന്നത്. അതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കാൻ 2 എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. നമ്മുടെ വർക്ക് ബുക്ക് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഫസ്റ്റ് ഷീറ്റ്, മാസ്റ്റർ ഷീറ്റ് ഒഴികെയുള്ള എല്ലാ ഷീറ്റ്സും ഒരുപോലെയാണ്. ഈ സിമിലർ ആയ മൾട്ടിപ്പിൾ വർക്ക് ഷീറ്റിൽ എനിക്കൊരു കോളം ആഡ് ചെയ്യണം. ഉദാഹരണം, നിങ്ങൾക്ക് ഇവിടെ ഗ്രോസ് കോളം കാണാം. ആ കോളത്തിന്റെ മുമ്പ് എനിക്കൊരു ന്യൂ കോളം ആഡ് ചെയ്യണം. ഫ്രണ്ട്സ്, ബിലീവ് മീ, ഇതിനായി നിങ്ങൾ സെപ്പറേറ്റ് ഷീറ്റിൽ പോയിട്ട് കോളം ഇൻസേർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെയാണ് നമ്മുടെ ട്രിക്ക് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. നമ്മൾ കോളം ഇൻസേർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഷീറ്റ്സ് നമുക്ക് ഗ്രൂപ്പ് ചെയ്യാം. ഗ്രൂപ്പ് ചെയ്യാനായിട്ട് കൺട്രോൾ കീ ഹോൾഡ് ചെയ്തുകൊണ്ട് പ്രസ് ചെയ്തുകൊണ്ട് ഷീറ്റ് സെലക്ട് ചെയ്യുക. ഞാൻ ഇവിടെ ജാൻ, ഫെബ്, മാർച്ച് ഷീറ്റ്സ് ആണ് ഗ്രൂപ്പ് ചെയ്യുന്നത്. ശേഷം കോളം ജിയിൽ പോയിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഒരു കോളം ഇൻസേർട്ട് ചെയ്യുന്നു. ഇവിടെ ഞാൻ ജസ്റ്റ് ഒരു ഫോർമുല അപ്ലൈ ചെയ്യുന്നു. ഗ്രോസ് സാലറിയും ബേസിക് സാലറിയും ജസ്റ്റ് ആഡ് ചെയ്തുകൊണ്ട് ഫോർമുല ഞാൻ താഴോട്ട് ഡ്രാഗ് ചെയ്യുന്നു. ഫ്രണ്ട്സ്, ഇനി നമുക്ക് നമ്മുടെ ഓരോ ഷീറ്റിലും ഈ കോളം ഇൻസേർട്ട് ആയോ എന്ന് ചെക്ക് ചെയ്യാൻ നമുക്ക് ആദ്യം നമ്മുടെ ഷീറ്റ്സിനെ അൺഗ്രൂപ്പ് ചെയ്യാം. അതിനായി ഗ്രൂപ്പ് ചെയ്യാത്ത ഏതെങ്കിലും ഷീറ്റ് ടാബ് പോയിട്ട് സെലക്ട് ചെയ്താൽ മതി. ഫോർ എക്സാമ്പിൾ, ഞാൻ ഇവിടെ ഏപ്രിൽ ഷീറ്റ് സെലക്ട് ചെയ്യുന്നു. അങ്ങനെ നമ്മുടെ ഷീറ്റ്സ് എല്ലാം അൺഗ്രൂപ്പ് ആയി. ഇനി ഇവിടെ നോക്കൂ, ജാൻ, ഫെബ്, മാർച്ച് ഷീറ്റ്സ് എല്ലാം നോക്കിയാൽ നമുക്ക് മനസ്സിലാകും ഓരോ ഇൻഡിവിജ്വൽ ഷീറ്റ്സിലും കോളം ആഡ് ആയിട്ടുണ്ട്. ഫ്രണ്ട്സ്, ഈ ട്രിക്കിന്റെ യൂസ് മനസ്സിലാക്കാൻ ഞാൻ വേറൊരു ഡിഫറെന്റ് എക്സാമ്പിൾ കൂടി കാണിച്ചു തരാം. ഞാൻ ഇവിടെ ജാൻ 2020 ഷീറ്റ് ആണ് കാണിക്കുന്നത്. ഈ ഷീറ്റിൽ എവിടെയും ജാനുവരി 2020 എന്ന് എഴുതിയിട്ടില്ല. ഈ രീതിയിൽ തന്നെയാണ് ഫെബ്രുവരി ആയാലും മാർച്ച് ആയാലും ഏപ്രിൽ ആയാലും.
ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ നമുക്ക് വേണമെങ്കിൽ ഓരോ ഷീറ്റിലോട്ടും നാവിഗേറ്റ് ചെയ്തിട്ട് A1 സെല്ലിലെ ജൗഹർ ടെക്സ്ചർ റിമൂവ് ചെയ്തിട്ട് മന്ത് നെയിം ആൻഡ് ഇയർ കൊടുക്കാം. എന്നാൽ ഇവിടെ ഈ ടൈം വേസ്റ്റിംഗ് മെത്തേഡ് അവോയ്ഡ് ചെയ്യാനായി നമ്മുടെ ട്രിക്ക് നമ്പർ 3 യൂസ് ചെയ്യാവുന്നതാണ്. അതിനായി ഏതെങ്കിലും ഷീറ്റ് ടാബിന്റെ അടുത്ത് പോയിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഇവിടെ സെലക്ട് ഓൾ ഷീറ്റ്സ് കാണാം, അത് ക്ലിക്ക് ചെയ്യുക. അങ്ങനെ എല്ലാ ഷീറ്റ്സും ഗ്രൂപ്പായി. ഇനി നമ്മൾ ലെഫ്റ്റ് സ്ക്രോൾ ആരോ ക്ലിക്ക് ചെയ്തുകൊണ്ട് ലെഫ്റ്റിലോട്ട് സ്ക്രോൾ ചെയ്താൽ നമുക്ക് കാണാം മാസ്റ്റർ ഷീറ്റും ഗ്രൂപ്പ് ആയിട്ടുണ്ട്. മാസ്റ്റർ ഷീറ്റ് മറ്റുള്ള ഷീറ്റ്സുമായി ഡിഫറെന്റ് ആയതുകൊണ്ട് ആ ഷീറ്റിനെ അൺഗ്രൂപ്പ് ചെയ്യാനായി കൺട്രോൾ പ്രസ് ചെയ്തുകൊണ്ട് മാസ്റ്റർ ഷീറ്റിന്റെ ടാബിനെ ക്ലിക്ക് ചെയ്യുക. ഇനി വളരെ സിമ്പിളായി A1 സെല്ലിൽ പോയിട്ട് നമുക്ക് മന്ത് ആൻഡ് ഇയർ കൊടുക്കാം. അഗെയിൻ ഇവിടെ മന്ത് ആൻഡ് ഇയർ ഷീറ്റ് നെയിം ആയതുകൊണ്ട് ഷീറ്റ് നെയിം റിട്രീവ് ചെയ്യാനുള്ള എക്സൽ ഫോർമുല ഞാൻ യൂസ് ചെയ്യുകയാണ്. ഈ രീതിയിൽ യൂസ് ചെയ്താൽ നമ്മൾ ഗ്രൂപ്പ് ചെയ്ത എല്ലാ ഷീറ്റിലും ഈ ഫോർമുല അപ്ലൈ ചെയ്യുന്നതും ആ ഷീറ്റ്സിന്റെ ടാബ് നെയിം അതാണ് മന്ത് ആൻഡ് ഇയർ അത് അവരുടെ ഷീറ്റിൽ കൊടുക്കുന്നതുമാണ്. നിങ്ങൾക്കിവിടെ ഷീറ്റ് നെയിം റിട്രീവ് ചെയ്യാനുള്ള ഫോർമുല കാണാം. അത് ഞാൻ ഡീറ്റെയിൽ ആയി മറ്റൊരു ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. ഇനി ഞാൻ എൻ്റർ പ്രസ് ചെയ്യുന്നു. നിങ്ങൾക്ക് ഇവിടെ കാണാം ഫെബ് 2020. അപ്പോൾ ഷീറ്റ് നെയിം ആണ് ഇവിടെ റിട്രീവ് ചെയ്യുന്നത്. ഇനി ഞാൻ ജസ്റ്റ് നമ്മുടെ സെല്ലിന് ഒരു ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുക്കുന്നു. അതിനായി ഞാൻ യെല്ലോ കളറാണ് സെലക്ട് ചെയ്തത്. ഇനി ഏതെങ്കിലും ഗ്രൂപ്പ് ചെയ്യാത്ത ഷീറ്റ് ടാബ് പ്രസ് ചെയ്തുകൊണ്ട് നമ്മുടെ ഷീറ്റ്സിനെ അൺഗ്രൂപ്പ് ചെയ്യാം. അല്ലെങ്കിൽ ഗ്രൂപ്പ് ചെയ്ത ഏതെങ്കിലും ഷീറ്റ് ടാബിന്റെ അവിടെ പോയിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്തുകൊണ്ട് അൺഗ്രൂപ്പ് ഷീറ്റ്സ് സെലക്ട് ചെയ്യുന്നു. ഇവിടെ ഷീറ്റ്സ് അനലൈസ് ചെയ്താൽ നമുക്ക് മനസ്സിലാകും എല്ലാ ഷീറ്റിലും ഫോർമുല അപ്ലൈ ചെയ്യുകയും ആ ബാക്ക്ഗ്രൗണ്ട് കളർ റിഫ്ലക്ട് ആവുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ട്രിക്ക് നമ്പർ 3യിലൂടെ നിങ്ങൾ ഒരു ഷീറ്റിൽ വരുത്തുന്ന ചേഞ്ചസ് മറ്റുള്ള ഷീറ്റിലോട്ട് ഓട്ടോമാറ്റിക്കായി റിഫ്ലക്ട് ചെയ്യാൻ പഠിച്ചിരിക്കുന്നു. ഇന്നത്തെ ടോപ്പിക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും എൻ്റെ ഈ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ആ കമന്റ് ബോക്സിൽ പോരട്ടെ. കൂടാതെ ഈ ചാനൽ ആദ്യമായി കാണുന്നവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ന്യൂ വീഡിയോ അപ്ഡേറ്റ്സ് ലഭിക്കാൻ ആ ബെൽ ഐക്കൺ പ്രസ് ചെയ്തിട്ട് ഓൾ നോട്ടിഫിക്കേഷൻ ഇനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഫ്രണ്ട്സ്. ബൈ.